രക്ഷ. ബൈബിൾ പഠിപ്പിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് തന്റെ സഭയോട് ചേർക്കുന്നു. ഈ ലോകത്തിലുള്ള സഭയുമല്ലാതെ അതാണ് ദൈവസഭ. അതിൽ അംഗമായ ഒരു വ്യക്തിക്ക് മാത്രമേ മരണശേഷം ദൈവരാജ്യത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഏത് സഭയിലും അംഗമായി പോകത്തില്ല. ദൈവസഭയിൽ അംഗമായി മാറണം. അതേ സ്നേഹിത, അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, മറ്റൊരുത്തിന് രക്ഷയില്ലവയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ മധ്യേ രക്ഷിക്കാൻ നൽകപ്പെട്ട ഏകനാമം, ഒരൊറ്റ നാമം, ഒരു നാമം, യേശു നാമമാ. അവിടെ യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ, യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ഒരൊറ്റ പാവ്യ മനുഷ്യ പോലും ദൈവ രാജ്യത്തുവാൻ കഴിയത്തില്ല. ലോകത്തനേക വഴികളുണ്ട്. മുഴുവൻ പാപത്തിന് നരത്തിന് വഴിയാണെങ്കിൽ ദൈവരാജ് ഒരേ ഒരു യേശു എന്ന വഴിയാ. ലോകം മുഴുവൻ മരണത്തിലേക്ക് പോകുമ്പോൾ താങ്കൾക്ക് ജീവൻ തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ലോകം മുഴുവൻ സ്നേഹിത അസത്യമായിരിക്കുമ്പോൾ ഏക സത്യം യേശു എന്ന് പഠിപ്പിക്കുന്നു. ആ സത്യത്തിന്റെ വചനമായിട്ടാ വന്നിരിക്കുന്നത്. ഇന്നാണ് രക്ഷ, നാളെ അറിയില്ല. ഇന്നലെ കാണുന്ന